നമസ്കാരം. ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴി തെക്കൻ കേരളം മുതൽ കർണാടക തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി. ഇന്ന് വൈകിട്ട് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ്. പകൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് അനുഭവപ്പെടുന്നത്. മഴ ലഭിക്കുവാൻ കൂടുതൽ സാധ്യത മലപ്പുറം, വയനാട് ജില്ലകളുടെ ഏതാനും കിഴക്കൻ ഇടനാട് പ്രദേശങ്ങളിലാണ്. മധ്യ കേരളത്തിൽ ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഏതാനും ഭാഗങ്ങളിലും മഴ ലഭിക്കുവാൻ നേരിയ സാധ്യതയുണ്ട്. മഴയോടൊപ്പം ചുരുക്കം ചില ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശങ്ങളിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും ഇന്ന് സാധ്യതയുണ്ട്. കൂടാതെ നാളെയും 6-ാം തീയതിയും തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല എന്നാണ് മുന്നറിയിപ്പായി നൽകുന്നത്. അതേസമയം വരും ദിവസങ്ങളിലും ചില ജില്ലകളിൽ മഴ തുടരുവാൻ സാധ്യതയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. അതുകൊണ്ട് തന്നെ മഴ ലഭിച്ചാലും പകൽ സമയത്തെ അസഹനീയമായ ചൂടിന് വലിയ ശമനമുണ്ടാകില്ല. ഇന്ത്യയുടെ തെക്കൻ മുനമ്പ് വഴി കടന്നു പോകുന്ന ഈർപ്പം നിറഞ്ഞ താരതമ്യേന ദുർബലമായ കിഴക്കൻ കാറ്റാണ് മഴയ്ക്ക് കാരണം. ഈ മഴ തുടർന്ന് ലഭിക്കണമെന്നുമില്ല. അതേസമയം മറ്റു ജില്ലകളിലൊന്നും നിലവിൽ മഴ സാധ്യതയില്ല. വ്യാഴാഴ്ച വൈകിട്ട് തെക്കൻ ജില്ലകളിൽ ചുരുക്കം ചിലയിടങ്ങളിൽ മഴ സാധ്യതയുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ പൊതുവിൽ വരണ്ട കാലാവസ്ഥ തുടരും. പലയിടങ്ങളിലും താപനില ശരാശരിയിൽ ഉയർന്നു നിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. മേഘാവൃതമായ അന്തരീക്ഷമുള്ളപ്പോൾ ഇടിമിന്നൽ സാധ്യത ഉള്ളതിനാൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടതാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തുടരുന്ന താപനിലയ്ക്ക് ഈ മഴയോടുകൂടി നേരിയ ആശ്വാസം ലഭിക്കും. എങ്കിലും മഴ പെയ്തൊഴിയുന്നതോടെ അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുന്നത് കാരണം കൂടുതൽ ഉഷ്ണം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ മധ്യ തെക്കൻ കേരളത്തിൽ വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യുവാൻ സാധ്യതയുണ്ടെന്നുമാണ് നിലവിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. പസഫിക് സമുദ്രത്തിലെ നിലവിലെ ലാ നിന പ്രതിഭാസം വരും മാസങ്ങളിൽ ന്യൂട്രൽ സ്ഥിതിയിലേക്ക് മാറുവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ഫെബ്രുവരിയിൽ കടുത്ത ചൂടാണ് വരാൻ പോകുന്നതെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഫെബ്രുവരിയിൽ സാധാരണ മഴ കുറവാണ് ലഭിക്കാറുള്ളത്. പക്ഷേ പകൽ ചൂട് വടക്കൻ കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതലും മറ്റിടങ്ങളിൽ സാധാരണ പോലെ ലഭിക്കാനുമാണ് സാധ്യത. ജനുവരി പകുതിയോടെ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും താപനില 35 ഡിഗ്രി സെൽഷ്യസ് കടന്നിരുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇത് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. പാലക്കാട്, പുനലൂർ, തൃശൂർ തുടങ്ങിയ പ്രദേശങ്ങളാകും ചൂട് ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുക. മാർച്ച്, ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകേണ്ട അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാല ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നന്നായി വെള്ളം കുടിക്കണമെന്നും 11 മണിക്കും 3 മണിക്കുമുള്ള വെയിൽ ഏൽക്കുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കണമെന്നുമാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം സംസ്ഥാനത്ത് ഇത്തവണ ജനുവരിയിൽ ഏറ്റവും കൂടുതൽ പകൽ താപനില രേഖപ്പെടുത്തിയത് കോട്ടയത്താണ്. 36.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് പക്ഷേ ഇത്തവണ കുറവാണെന്നാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം കണ്ണൂർ എയർപോർട്ടിലും 38.2 ഡിഗ്രി സെൽഷ്യസ്, 2024 പുനലൂരിലും 37.6 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഉയർന്ന താപനിലയായി രേഖപ്പെടുത്തിയത്. അതായത് ജനുവരി തുടക്കത്തിൽ കൂടുതൽ ദിവസങ്ങളിൽ കോട്ടയത്ത് ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയപ്പോൾ ജനുവരി അവസാനത്തോടെ അത് കണ്ണൂരിലേക്കാണ് മാറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കണ്ണൂർ എയർപോർട്ടിലാണ് ഉയർന്ന താപനില, അതായത് 36.2 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ചൂട് മഹാരാഷ്ട്രയിലെ ബീറാർ ജില്ലയിലായിരുന്നു രേഖപ്പെടുത്തിയത്. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്.